ഡോക്ടർ സോയ, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ അല്ലെങ്കിൽ ഈ ലോക്സഭയ്ക്ക് പുറത്ത്, ലോക്സഭയ്ക്കും രാജ്യസഭയ്ക്കും ഒക്കെ പുറത്ത് ഇത്തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. ഒക്കെ അതിനെ രാഷ്ട്രീയമായിട്ട് മാത്രമേ കാണൂ. നമുക്ക് ഒരു സഭാതലമാണ് അല്ലേ, ആ സഭാ തലത്തിൽ ഇങ്ങനെയൊരു പരാമർശം നടത്തുമ്പോൾ, ഹിന്ദു വിരുദ്ധ പരാമർശം നടത്തുമ്പോൾ അതിനെ ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു കൃത്യമായ അജണ്ട ഉണ്ട് എന്ന് തന്നെയല്ലേ കരുതുക? ഇപ്പോൾ രാഹുൽ പല വിഷയങ്ങളിലും അദ്ദേഹത്തിൻ്റെ പരാമർശം നടത്തി. നേരത്തെ പറഞ്ഞ പോലെ മണിപ്പൂർ വിഷയം, അതുപോലെ അയോധ്യയെക്കുറിച്ചുള്ള പരാമർശം, അങ്ങനെ പല പല കാര്യങ്ങൾ പറഞ്ഞ് കത്തിക്കയറുകയായിരുന്നു. പക്ഷേ ഈ ഒരു പരാമർശം കൊണ്ട് അദ്ദേഹം ആ പ്രസംഗത്തിലൂടെ എന്താണ് ഉദ്ദേശിച്ചത്, എന്തൊക്കെയാണ് ഉദ്ദേശിച്ചത്, അതെല്ലാം മങ്ങിപ്പോയില്ലേ? ഇപ്പം ഇന്നിപ്പോൾ എല്ലാ മാധ്യമങ്ങളിലും തലക്കെട്ടായി വരുന്നത് ഈ ഹിന്ദു വിരുദ്ധ പരാമർശം തന്നെയല്ലേ? ഇദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള ക്ലാസ് കൊടുക്കാൻ പക്വതയുള്ള നേതാക്കന്മാർ കോൺഗ്രസിൽ ഇല്ലാത്തതാണോ പ്രശ്നം? അവരെങ്ങനെയാ മറുപടി പറയുന്നത്? കോൺഗ്രസിന് അങ്ങനെ ക്ലാസ് കൊടുത്ത് മറുപടി പറയേണ്ട യാതൊരു ബുദ്ധിമുട്ടുമില്ല. കാരണം രാഹുൽ ഗാന്ധി കോച്ചിങ്ങും ടീച്ചിങ്ങും ഒക്കെ വേണ്ടേ ഇദ്ദേഹത്തിന്? അല്ലെ വളരെ പൊളിറ്റിക്കൽ കോൺഷ്യസ് ഉള്ള, അല്ലെങ്കിൽ അത്രയും വളരെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ബോധമുള്ള, അങ്ങനെ ഒരു ബോധം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പരാമർശം വരുമോ? ഹിന്ദു വിരുദ്ധ പരാമർശം വരുമോ? ബിജെപിക്കാർക്കും സംഘപരിവാർക്കാർക്കും ഒഴികെ ബാക്കി എല്ലാവർക്കും കൃത്യമായി മനസ്സിലായിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് രാഹുൽ ഗാന്ധിയെ ക്ലാസ് എടുക്കാൻ ഈ നാട്ടിലെ RSSകാരും BJPക്കാരും ശ്രമിച്ചത് കൊണ്ട് കാര്യവുമില്ല. കാരണം അത്തരത്തിൽ എന്താണ് അല്ല, അങ്ങനെ ആ കുടുംബത്തിനെതിരെ ക്ലാസ് എടുക്കാൻ ഇന്ത്യയിൽ കോൺഗ്രസിൽ ഒരാൾക്കും കഴിയില്ലല്ലോ സർ. കോൺഗ്രസ് നേരത്തെ നിങ്ങൾ നിരന്തരം സംസാരിക്കുന്നത് കേട്ടു. കോൺഗ്രസിന് ഈ കുടുംബത്തിനെതിരെ, ഈ രാജ്യത്ത് നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, ന്യൂനപക്ഷങ്ങള് പിന്നെ ഈ രാജ്യത്ത് ഈ 10-70 കൊല്ലം കഴിയുമ്പോ, സ്വാതന്ത്ര്യത്തിന് ശേഷം ഇത്രയും കാലം കഴിയുമ്പോ ന്യൂനപക്ഷങ്ങൾ അപകടത്തിലായി എന്ന് ഈ രാജ്യത്ത് ഒരു കാലത്തും ഇല്ലാത്ത വിധം തോന്നിയ 10 വർഷത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. അത് നിങ്ങൾ ചിന്തിക്കണം. നിങ്ങൾ കുറെ നേരമായി കോൺഗ്രസ് ന്യൂനപക്ഷത്തിന് വേണ്ടി എന്ത് ചെയ്തു, കോൺഗ്രസ് ന്യൂനപക്ഷ വിരുദ്ധമായ സമീപനം എടുത്തു എന്ന് നിരന്തരം BJPയുടെ പ്രതിനിധി പറയുന്നത് കേട്ടു. കഴിഞ്ഞ ഈ 70 കൊല്ലവും ഇല്ലാത്ത തരത്തിലുള്ള പിന്നെ ന്യൂനപക്ഷങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ അരക്ഷിതാവസ്ഥയാണ് കഴിഞ്ഞ 10 കൊല്ലം ഈ രാജ്യം കണ്ടത്. ഇല്ല എന്ന് ഈ രാജ്യത്തെ ചിന്തിക്കുന്ന ഒരു മനുഷ്യനും പറഞ്ഞു വെക്കാൻ കഴിയില്ല. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധി പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റിൽ, അദ്ദേഹം നടത്തിയ ആ പ്രസംഗത്തിൽ ഒരു തെറ്റുമില്ല കോൺഗ്രസിനെ സംബന്ധിച്ച്. അല്ലെങ്കിൽ നേരത്തെ BJPയുടെ പ്രതിനിധി ആവർത്തിച്ചു പറഞ്ഞു, കോൺഗ്രസിന്റെ പ്രതിനിധിക്ക് വേണമെങ്കിലും തെറ്റുതിരുത്താം. കോൺഗ്രസും തെറ്റുതിരുത്തില്ല, കോൺഗ്രസിന്റെ പ്രതിനിധിയും തെറ്റുതിരുത്തില്ല, രാഹുൽ ഗാന്ധിയും. നിങ്ങളുടെ പാർട്ടിയുടെ പ്രതിബദ്ധത ഒരു മിനിറ്റ്, അങ്ങയുടെ വാക്കിൽ നിന്ന് ഒരു കറക്റ്റ് സാധനം, തെറ്റ് തിരുത്തൂല എന്നാ പറഞ്ഞാൽ തെറ്റ് തിരുത്തൂല തെറ്റായെന്നാണ് എന്റെ അർത്ഥം. തെറ്റ് തിരുത്തൂല, രാഹുൽ ഗാന്ധിയും തെറ്റ് തിരുത്തൂല. ഒരു മിനിറ്റ് രാഹുൽ ഒരു മിനിറ്റ് സാർ ഒരു മിനിറ്റ് അങ്ങ് പറഞ്ഞത് രാഹുൽ ഗാന്ധിയും തെറ്റ് തിരുത്തൂല, ഈ ചർച്ചയ്ക്ക് വരുന്ന വക്താവും തിരുത്തൂല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തെറ്റായിരുന്നു എന്നുള്ളതാണ്. ഞാനിത് ഇത്രയും നേരം പറഞ്ഞു വെച്ച കാര്യത്തെ നിങ്ങൾ റദ്ദ് ചെയ്തതുകൊണ്ട് കാര്യമില്ല. അത് തെറ്റാണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടുമ്പോൾ മാത്രമേ തിരുത്തേണ്ട ആവശ്യമുള്ളൂ. അല്ലാതെ RSSകാരുടെയും BJPക്കാരുടെയും ക്ലാസ് കേട്ട് തിരുത്തേണ്ട ഒരു ഗതികേടും ഈ രാജ്യത്ത് കോൺഗ്രസ്സുകാർക്കില്ല, രാഹുൽ ഗാന്ധിക്കില്ല, കോൺഗ്രസിന്റെ ഒരു പ്രതിനിധിക്കുമില്ല. അതുകൊണ്ട് നിങ്ങളുടെ ക്ലാസ് കേട്ട് കോൺഗ്രസിനെ തിരുത്താൻ നിങ്ങളുടെ ബുദ്ധിമുട്ടും രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം കൊണ്ട് കൂടി, നിങ്ങളുടെ ഈ ബുദ്ധിമുട്ടും അല്ലെങ്കിൽ ഈ പറയുന്ന അങ്കലാപ്പും കൂടി, അതിന് നിങ്ങൾ യാതൊരു തരത്തിലുള്ള പരിഹാരം. നിങ്ങളുടെ പാർട്ടിയുടെ പ്രതിബദ്ധത ആരോടാണ്? നിങ്ങൾക്ക് രാജ്യത്തെ ഹിന്ദുക്കൾ വേണ്ടാന്നാണോ? നിങ്ങൾക്ക് രാജ്യത്തെ ഹിന്ദുക്കൾ വേണ്ടാണെന്നാണോ? സംസാരിച്ചാലല്ലേ ആ പ്രസ്താവനയ്ക്ക് അർത്ഥമുള്ളൂ. നേരത്തെ ശ്രീ അനിൽ നമ്പ്യാർ പറയുന്നത് കേട്ടാൽ തോന്നും ഈ രാജ്യത്തെ മുഴുവൻ ഹിന്ദുക്കളോട് എന്തോ ക്രൂരത ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് തോന്നും. പക്ഷേ നിങ്ങൾ ഈ പറയുന്ന കാര്യം ഹിന്ദുക്കളോട് എന്തെങ്കിലും ചെയ്താലല്ലേ ഹിന്ദുക്കളെ വേണമെന്നോ വേണ്ട എന്നോ പറഞ്ഞു വെക്കേണ്ടതുള്ളൂ. ഈ രാജ്യത്തെ ഹിന്ദുക്കൾക്കെതിരായി ഒരു പരാമർശവും നടത്തില്ല. എന്നാൽ അന്യായമായി ഹിന്ദുക്കൾ എന്ന് അവകാശപ്പെടുന്നവർ അക്രമകാരികളാണ്, അവർ വെറുപ്പും വിദ്വേഷവും പടർത്തുന്നു എന്ന് കോൺഗ്രസിന്റെ ദേശീയ നേതാവ്, അതും രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് പറയുമ്പോൾ
അതിൽ ഹിന്ദു വിരുദ്ധമായി ഒന്നുമില്ല എന്നാണോ എന്നെ പോലുള്ളവ മനസ്സിലാക്കേണ്ടത്? അതിൽ എന്ത് ഹിന്ദു വിരുദ്ധതയാണുള്ളത്? ഹിന്ദു എന്ന് അവകാശപ്പെടുന്നവർ, ഞാനിപ്പോ ഹിന്ദുവാണ്, ഞാൻ ഹിന്ദുവാണ്, ഐ എം എ ഹിന്ദു. അപ്പൊ എന്നെ പോലുള്ള കോടിക്കണക്കിന് ഹിന്ദുക്കൾ അക്രമകാരികളാണ്, ഞങ്ങൾ വെറുപ്പും വിദ്വേഷവും പടർത്തുന്നതാണോ? അതിലൊരു വ്യക്തത വരുത്തേണ്ടതില്ലേ? ഇപ്പൊ നിങ്ങൾ പറയുന്നു ഒരു കാരണവശാലും രാഹുൽ ആ പറഞ്ഞതിൽ നിന്ന് ഒരിക്കലും പിറകോട്ട് പോവില്ല എന്ന് പറയുന്നു. പക്ഷേ എങ്കിലും അതിലൊരു ആശയ വ്യക്തത വരുത്തേണ്ടതില്ലേ? അതെങ്കിലും ചെയ്യേണ്ടതല്ലേ? അല്ല, പുറകോട്ട് പോകാൻ അപകടകരമായ എന്തെങ്കിലും ആ പ്രസ്താവനയിൽ ഉണ്ടെങ്കിൽ ആണ്. അപകടകരമായിട്ടുണ്ട്. ഹിന്ദുക്കൾ എല്ലാം അപകടകാരികളാണ്, അല്ലെങ്കിൽ അക്രമകാരികളാണ്, അവരാണ് വെറുപ്പും വിദ്വേഷവും വളർത്തുക. ഹിന്ദുക്കൾ എന്ന് അവകാശപ്പെടുന്നവർ, ഹിന്ദു എന്ന് പറയുന്നവർ, ഞാൻ പറയുന്നത് നുണ പറയുന്ന ഹിന്ദുക്കൾ, മതവിദ്വേഷം പ്രചരിപ്പിക്കുന്ന ഹിന്ദുക്കൾ, വർഗീയത പടർത്തുന്ന ഹിന്ദുക്കൾ, മനുഷ്യരെ തമ്മിൽ അടുപ്പിക്കുന്ന ഹിന്ദുക്കൾ, അവർക്ക് പ്രശ്നമുണ്ടാകും. അങ്ങനെയാണെങ്കിൽ അവരാരൊക്കെയാണെന്ന് വിളിച്ചു പറയാനുള്ള ആർജവം രാഹുൽ കാണിക്കണമായിരുന്നു. അവരുടെ പേരെടുത്ത് പറയണമായിരുന്നു. അല്ലെങ്കിൽ ഹിന്ദു എന്ന് പറയുമ്പോ രാജ്യത്തെ കോടാനുകോടി ജനങ്ങളുണ്ട് ഹിന്ദുക്കളായിട്ട്. ഇനിയിപ്പോ രാഹുൽ ഏത് ഇതിൽപ്പെട്ടാണെന്ന് എനിക്കറിയില്ല. അദ്ദേഹം ഹിന്ദു ആണോ അല്ലെങ്കിൽ ക്രിസ്ത്യനാണോ എന്താണെന്ന് എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ. അല്ല, ഒരാളുടെ അവർക്കും അറിയില്ലല്ലോ. ഇതൊരു ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇത് ചെയ്യേണ്ട അത് ആദ്യം മനുഷ്യനാണോ എന്നുള്ളതിന് ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ട ഒരു പുരോഗമന കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. അതിനുശേഷമാണ് മനുഷ്യന്റെ ലിംഗവും മതവും ഒക്കെ അതിനുശേഷം വരുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ മനുഷ്യരെ മനുഷ്യരായി കാണാനുള്ള പാർട്ടി ടിക്കറ്റ് കൊടുക്കുമ്പോൾ, മത്സരിക്കാനുള്ള ടിക്കറ്റ് കൊടുക്കുമ്പോൾ പോലും മതം നോക്കുന്നു. ആ മതത്തിൽ ഏതാണ് അവാന്തര വിഭാഗം വല്ലതുണ്ടോ അതുപോലും നോക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അങ്ങനെയാണല്ലോ പലർക്കും ടിക്കറ്റ് കൊടുക്കുന്നത്, ഡോക്ടർ സോയ. അല്ലാതെ മനുഷ്യനാണെന്ന് നോക്കിയിട്ടല്ലോ. നല്ല മനുഷ്യനായതുകൊണ്ട് ഞാനിതാ പിന്നെ തെരഞ്ഞെടുപ്പ് മത്സരിക്കാൻ ടിക്കറ്റ് നൽകുന്നു, അങ്ങനെ ഒരു പാർട്ടിയും കാണാറില്ലല്ലോ. അങ്ങനെ കാണാറുണ്ടോ? അങ്ങനെ വിശാല മനസ്സ് ഏതെങ്കിലും പാർട്ടി കാണിക്കാറുണ്ടോ? നെഹ്റുവിന്റെ കാലത്ത് നിന്ന് ഇന്ത്യ നരേന്ദ്രമോദിയുടെ കാലത്തേക്ക് എത്തുമ്പോഴേക്കും നമ്മൾ പിന്നോട്ടാണ് സഞ്ചരിക്കുന്നത് എന്ന് പറഞ്ഞു വെക്കുന്നത് അതുകൊണ്ടാണ്. കാരണം ഏറ്റവും മതേതരമായി മുന്നോട്ട് പോകുന്ന ഈ രാജ്യം എന്ന തീരുമാനം. എന്റെ സുഹൃത്തെ, 10 വർഷം UPA ഭരണകാലം ഉണ്ടായിരുന്നു. എത്ര ലക്ഷം കോടി രൂപയാണ്, എന്തെല്ലാം കൊള്ളിവയ്പ്പാണ്, എന്തെല്ലാം അഴിമതി ആരോപണങ്ങൾ, ലക്ഷക്കണക്കിന് കോടി, എത്ര ലക്ഷം കോടി അഴിമതി നടന്നത്. 10 വർഷം ഭരിച്ചു. എന്തെങ്കിലും ആരോപണം കൊണ്ടുവന്നോ? നിങ്ങൾ എന്തിനാണ് ഈ ന്യൂനപക്ഷ വിരുദ്ധര് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ചെയ്യാൻ? ഞാൻ ചോദിക്കട്ടെ, 1989 ഫൈസാബാദിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ രാജീവ് ഗാന്ധി എന്താ പറഞ്ഞത്? നടത്താൻ കഴിയാത്ത ഒരു സർക്കാർ നിങ്ങൾ വെറുതെ പ്രചരിപ്പിക്കുന്നതല്ലോ. അടിസ്ഥാനപരമായി അഴിമതി മാത്രം എടുത്താൽ മതി. നിങ്ങൾ കൂടുതൽ പിറകിലേക്ക് സഞ്ചരിക്കണ്ട. കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ ഒരു പരീക്ഷ പോലും രാജ്യത്തെ പൊതുവായി സുഹൃത്തെ, എത്ര കോൺഗ്രസിന്റെ ദേശീയ നേതാക്കൾ ജയിൽവാസം അനുഭവിച്ചു, ത്യാഗം നടത്തി, ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടാണോ കോൺഗ്രസ് നേതാക്കൾ ജയിലിൽ പോയത്?